നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതകത്തിന്റെയും വില കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തുന്നത് കൊല്ലുന്നതിന് സമാനമായ ജനദ്രോഹമാണെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. എല്ലാം നിയന്ത്രണ വിധേയമെന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ നിയന്ത്രണമില്ലാതെ കോർപ്പറേറ്റ് കരിഞ്ചന്തകളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും എ തങ്കപ്പൻ. പാചകവാതക വില വർധനവിനെതിരെയും ലഭ്യത കുറവിനെതിരെയും പാലക്കാട്ട് INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിട്ടും നടപടി സ്വീകരിക്കാത്ത നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ BJPയുടെ പ്രതിഷേധം. സാമൂഹ്യ വിരുദ്ധരെ പിടികൂടുന്നതിൽ പരാജയപ്പെട്ട പോലീസിനെതിരെയും രൂക്ഷ വിമർശനം. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് BJP നേതാക്കൾ. വേനൽ മഴയും ഇടിമിന്നലും പലയിടത്തും വ്യാപകമായ നാശനഷ്ടം. വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ 2 വീടുകൾക്ക് കേടുപാടുകൾ. ഇടിമിന്നലേറ്റ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും കേടുപാടുകൾ. വാണിയംകുളം പനയൂരിലും കനത്ത നാശനഷ്ടം. PV അൻവറിന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് ജില്ലയിലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ. താൻ ഉൾപ്പെടെ പല പ്രവർത്തകരും ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിൽ ചേർന്നു പ്രവർത്തിക്കുമെന്ന് TMC ജില്ലാ പ്രസിഡന്റായിരുന്ന P. സുന്ദരൻ. PV അൻവർ നിലപാടും ദിശാബോധവുമില്ലാത്ത നേതാവാണെന്നും വിമർശനം. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. സ്വകാര്യ ബസ് ഉൾപ്പെടുന്ന പൊതുഗതാഗത സംവിധാനം നിലനിർത്താനുള്ള പാക്കേജ് UDF സർക്കാർ പ്രഖ്യാപിക്കണമെന്നും സ്വകാര്യ ബസ് ഉടമ ഭാരവാഹികൾ. സംരംഭകരെന്ന നിലയിൽ സ്വകാര്യ ബസ് ഉടമകളുടെ വാദം കൂടി കേൾക്കാൻ തയ്യാറാകണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതകത്തിന്റെയും വില കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തുന്നത് കൊല്ലുന്നതിന് സമാനമായ ജനദ്രോഹമാണെന്ന് DCC അധ്യക്ഷൻ എ തങ്കപ്പൻ. പാചകവാതക വില വർധനവിനെതിരെയും ലഭ്യത കുറവിനെതിരെയും INTUC ജില്ലാ കമ്മിറ്റി നടത്തിയ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ തങ്കപ്പൻ. അപ്പോൾ ആ വർധനവ് ഇടപെടാനുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായിട്ടുള്ള നയം. കാരണം അവർ പ്രോത്സാഹിപ്പിക്കുന്ന പ്രൈവറ്റ് മുതലാളിമാരെ നടത്തുന്ന എയർ ഇന്ത്യ ഇപ്പോൾ പ്രൈവറ്റിലാണ്, ഇന്ത്യയാണ് പ്രൈവറ്റാണ്. ഇന്ന് ഇന്ത്യയിൽ ഓടുന്ന എല്ലാ ഫ്ലൈറ്റും പ്രൈവറ്റ് ആയതുകൊണ്ട് അവരുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലായി കിട്ടുന്നത്ര വേഗയുടെ വരിയിൽ ഊരുന്ന കഴുക്കോൽ എന്ന് പറയുന്ന പോലെ ഇതിന്റെ തണലിൽ എത്രത്തോളം അവർക്ക് കിട്ടാൻ പറ്റുമോ ആ സൗകര്യമുണ്ടാക്കി. എന്തുകൊണ്ട് ഫ്ലൈറ്റ് ഓടുന്നുണ്ടല്ലോ, ഇന്ധനം കൊടുക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് വില കമ്മിയാക്കാൻ വേണ്ടി ഇടപെടുന്നില്ല? പാചകവാതക വില വർധനവിനെതിരെയും ലഭ്യതക്കുറവിനുമെതിരെയും INTUC പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, INTUC ഭാരവാഹികളായ K. അപ്പൂകളത്തിൽ, കൃഷ്ണൻകുട്ടി, N. മുരളീധരൻ, M. നടരാജൻ, PN. ശിവദാസ്, H. മുബാറക്ക്, R. നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിട്ടും നടപടി സ്വീകരിക്കാത്ത നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ BJPയുടെ പ്രതിഷേധം. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിട്ടും നടപടി സ്വീകരിക്കാത്ത നഗരസഭയുടെ ദുർഭരണത്തിനെതിരെയാണ് BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. നഗരഹൃദയത്തിലെ മാലിന്യകൂമ്പാരങ്ങൾ നീക്കം ചെയ്യുന്നതിൽ നഗരസഭ കാട്ടുന്ന കടുത്ത അനാസ്ഥയും പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുമ്പോൾ അത് തടയുന്നതിൽ പരാജയപ്പെട്ട പോലീസിൻ്റെ നിലപാടുമുള്ള പ്രതിഷേധമാണ് BJP ഉയർത്തിക്കാട്ടിയത്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്രമസമാധാനം ഉറപ്പിക്കേണ്ട പോലീസ് സംവിധാനം കാഴ്ചക്കാരായി നിൽക്കുന്നത് നഗരത്തിലെ സുരക്ഷയെ ബാധിക്കുന്നുവെന്നും ജനജീവിതം ദുസ്സഹമാക്കുന്ന മാലിന്യപ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും P. വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. വൈകുന്നേരം ഒരു 8 മണിക്ക് ശേഷം ഈ ബസ് സ്റ്റാൻഡിൽ സ്ത്രീകൾ വന്നിറങ്ങുമ്പോൾ ഭയപ്പാടോട് കൂടിയിട്ടാണ് അവർ നിൽക്കുന്നത്. ഈ ബസ് സ്റ്റാൻഡിന്റെ ചുറ്റുവട്ടത്തൊന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ ഇവിടേക്ക് ഉള്ള ആളുകൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്
അല്ലെങ്കിൽ വെറുതെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ചോദിച്ചാൽ പലപ്പോഴും അതിനെല്ലാത്ത ആളുകൾ ധാരാളമുണ്ട്. സംഭാരമാണ് ഇവിടെ ഉള്ളത്. നിങ്ങളെ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കള് അതൊന്നും പോയിട്ട് നിങ്ങളെ വീഡിയോയിലേക്ക് പകർത്താൻ നോക്ക്. അവർ സമ്മതിക്കില്ല. കാരണം ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുള്ള ബിൽഡിങ്ങുകൾ ഒറ്റപ്പാലം ടൗണ് തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നടത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഭരണാധികാരികൾ ഇത് കണ്ടില്ല എന്നിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ സ്വച്ഛ ഭാരതിന് പദ്ധതി ശുചിത്വം ഏറ്റവും കൂടുതലുള്ള നഗരസഭയിൽ ഒരു നഗരസഭയാണെന്നാ പറയുന്നത്. എന്ത് ശുചിത്വം ഉള്ളതെന്ന് അറിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടാൻ ചിലപ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ട് വരും. പക്ഷേ സമൂഹത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളതാണ്. ഇവിടെ പോലീസ് സ്റ്റേഷൻ അടുത്ത് തന്നെയാ ഉള്ളത്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു അനാശാസ്യ പ്രവർത്തനം നടക്കുമ്പോൾ രാവിലെ 5 മണിക്ക് 4 മണിക്ക് നടക്കാനിറങ്ങുന്ന സ്ത്രീകളടക്കമുള്ള ആളുകൾ ഭയപ്പാടോടുകൂടി പറയുന്നു, എങ്ങനെയാണ് ഒറ്റപ്പാലത്ത് നടക്കുക എന്നാണ് ചോദിക്കുന്നത്. സംസ്ഥാന സമിതി അംഗം കെ ശിവദാസ്, ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചിരാത്തുടി, മണ്ഡല നേതാക്കളായ കെ സുരേഷ്, എം കെ രാജശേഖരൻ, പി സജിത, പി രതീഷ്, കൗൺസിലർമാരായ ആർ മണികണ്ഠൻ, എ അനിത, എസ് പാർവതി, ടി കെ ജയശങ്കർ, അനിത ശിവദാസ്, സി പ്രസീത, കെ പി ജയന്തി, വിനീത മണികണ്ഠൻ, പ്രേമാവതി, അജീഷ്, മധു കാലാക്കാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ശക്തമായ ഇടിമിന്നലിനെ തുടർന്ന് വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ വ്യാപകമായ നാശനഷ്ടം. 2 വീടുകളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. വാർഡ് മെമ്പർ ഫ്രിജോ വടുക്കൂട്ട് സ്ഥലം സന്ദർശിച്ചു. ആറ്റത്ര പണിക്കത്ത് വീട്ടിൽ ബിബിത സുനീഷ്, മുരിങ്ങത്തേരി വീട്ടിൽ മണികണ്ഠൻ എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. രാത്രി 9:45 സംഭവം. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. മെയിൻ സ്വിച്ച്, മീറ്റർ ബോക്സ്, സ്വിച്ച് ബോർഡുകൾ, TV, സെറ്റപ്പ് ബോക്സ് എന്നിവ ഉപയോഗശൂന്യമായി. വീടിന്റെ ഭിത്തികൾക്ക് വിള്ളൽ സംഭവിക്കുകയും തറയിലെ ടൈലുകൾ ഇളകിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. വലിയ ശബ്ദത്തോടെ വീടിനുള്ളിലേക്ക് മിന്നൽ പ്രവേശിച്ച് വീട്ടുകാരെ വലിയ പരിഭ്രാന്തിയിലാക്കി. സംഭവസ്ഥലം വാർഡ് മെമ്പർ ഫ്രിജോ വടുക്കൂട്ട് സന്ദർശിച്ചു. നാശനഷ്ടങ്ങൾ വിലയിരുത്തിയ അദ്ദേഹം വിവരം ബന്ധപ്പെട്ട റവന്യൂ അധികൃതരെ അറിയിക്കുമെന്നും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും വീട്ടുകാർക്ക് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശക്തമായ മഴയിലും ഇടിമിന്നലിലും വാണിയംകുളം പനയൂരിലും നാശനഷ്ടം. ഒരു വീട്ടിലെ 2 തെങ്ങുകൾക്ക് തീപിടിച്ചു. കൂടാതെ കുഴൽ കിണറിലെ മോട്ടോറിനും വീട്ടിനുള്ളിലെ സ്വിച്ച് ബോർഡുകൾക്കും നാശനഷ്ടമുണ്ടായി. തിങ്കളാഴ്ച വൈകിട്ടോടെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് വാണിയംകുളം പനയൂർ തോട്ടപ്പള്ളിയാലിൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ നാശനഷ്ടമുണ്ടായത്. വീടിന്റെ പുറകുവശത്തുള്ള 2 തെങ്ങുകൾക്ക് തീപിടിക്കുകയും തെങ്ങുകളുടെ തലഭാഗം പൊളിയുകയും ചെയ്തിട്ടുണ്ട്. 3/4 മണിക്കൂറോളം നേരം തെങ്ങുകളിൽ നിന്ന് തീ വന്നിരുന്നു. അതേസമയം വീടിന്റെ മുൻഭാഗത്തെ ഇരുമ്പ് തൂണിൽ വളർത്തുനായയെ കെട്ടിയിട്ടിരുന്ന ചങ്ങല ഇടിമിന്നലിൽ കരിഞ്ഞ അവസ്ഥയാണ്. കുഴൽക്കിണറിലെ മോട്ടോറിനും വീടിനുള്ളിൽ വൈദ്യുത ബോർഡിൽ കുത്തിവച്ചിരുന്ന മൊബൈൽ ചാർജറിനും തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്ന ഇടിമിന്നലിലാണ് 2 തെങ്ങിന് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. പിന്നീട് നമ്മുടെ നായനെ കെട്ടിയിരുന്ന ചങ്ങല കരിഞ്ഞു പോയി, മോട്ടർ നഷ്ടപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞ് തെങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു പുറത്തുനിന്ന് മിന്നലേറ്റ് അപ്പുറത്തെ സൈഡിലേക്ക് പൊളിഞ്ഞു പോയി. 2 തെങ്ങ് നിന്ന് കത്തിപ്പോയി. ഈ സമയത്ത് ഉണ്ണികൃഷ്ണന്റെ പ്രായമായ അമ്മയും മകനുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇടിവെട്ടിയ സമയം അവർ പുറത്തില്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. PV അൻവറിന്റെ നിലപാടിനെതിരെ രൂക്ഷമായി വിമർശിച്ച് പാലക്കാട് ജില്ലയിലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഇനി ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിൽ ചേർന്ന് പ്രവർത്തിക്കും. PV അൻവർ ദിശാബോധവും നിലപാടുമില്ലാത്ത നേതാവാണെന്നും TMC ജില്ലാ പ്രസിഡന്റ് P സുന്ദരൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. NCPയിലെ ഗ്രൂപ്പ് പോരിൽ മനംനൊന്താണ് PV അൻവർ രൂപീകരിച്ച TMCയിൽ ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ സാധാരണ പ്രവർത്തകരെ നിരാശരാക്കുന്ന നയമായിരുന്നു PV അൻവർ സ്വീകരിച്ചത്. നിലപാട് നിരന്തരം മാറ്റുന്ന ആളുമായി സഹകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് P സുന്ദരൻ പറഞ്ഞു. PV അൻവർ ദിശാബോധവും നിലപാടുമില്ലാത്ത നേതാവാണെന്നും P സുന്ദരൻ ആരോപിച്ചു. എല്ലാ ജില്ലകളിലും വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളും പ്രവർത്തകർക്ക് ഒഴിഞ്ഞുപോക്കുണ്ട്. അതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ അവർക്ക് പറ്റാത്തവരെ മുഴുവൻ പുറത്തു ചാടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഞങ്ങൾ കൂട്ടായി ഞങ്ങളുടെ 4 നിയോജക മണ്ഡലത്തിലെ ഒറ്റപ്പാലം, പട്ടാമ്പി, തൃത്താല, ഷൊർണൂർ പ്രവർത്തകർക്കൊപ്പാടി കൂടി ഞങ്ങളതിൽ നിന്ന് പോരാൻ തീരുമാനിച്ചു. ഞാൻ കമ്മിറ്റികളും പിരിച്ചുവിട്ടാണ് കൺവെൻഷൻ നടത്തി. ഇങ്ങനെ കുറച്ച് ദിവസം മുമ്പ് നിന്നപ്പോഴാണ് ശ്രീ PV അൻവറിന്റെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് ഞങ്ങളെ വിളിക്കുന്നത്.
അധികമായിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കുറച്ച് മുമ്പാണ്. അതിൽ സംസ്ഥാന മഹിളാ ഓർഗനൈസറൊക്കെ ആയിരുന്നു ശ്രീമതി. അവരൊക്കെ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പറയുന്നില്ല. അങ്ങനെ PV അൻവറിൻ്റെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ്സിൽ നമ്മൾ സജീവമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പാലക്കാട് നമ്മൾ കൺവെൻഷൻ നടത്തി. അതിൽ ജില്ലാ പ്രസിഡന്റായി എന്നെ തിരഞ്ഞെടുത്തു. മഹിളാ ഓർഗനൈസറായിട്ട് സ്റ്റേറ്റിൽ തിരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറിമാരുണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്. ഞങ്ങളെല്ലാവരും സജീവമായി നിൽക്കും. അപ്പോഴൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരും എവിടെയും മത്സരിക്കാൻ പാടില്ല. ഒക്കെ എടുത്ത് പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കാൻ പറഞ്ഞു. മുഴുവൻ പ്രവർത്തകന്മാർക്കും പിന്നെ ഒന്നിനും കഴിയാതെ നിൽക്കേണ്ട അവസ്ഥ. ഒരു പാവപ്പെട്ട പ്രവർത്തകനാവേണ്ടത് ഒരു ഗ്രാമപഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. അതിൽ ഞങ്ങൾ അനുവദിച്ചില്ല. മനുഷ്യമുഖം നഷ്ടമായ CPM-നെതിരെ CPM നേതാക്കൾ തന്നെ രംഗത്തു വരികയാണ്. ഇടതുപക്ഷം രാജ്യത്ത് ഉണ്ടാവണമെന്നും ശരിയായ ഇടതുപക്ഷം DMF ആണെന്നും വിശ്വാസമുണ്ട്. തരൂർ ഒഴികെയുള്ള മുഴുവൻ മണ്ഡലം കമ്മിറ്റികളും പ്രവർത്തകരും DMF-നെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുമെന്നും P. സുന്ദരൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ P. സുന്ദരനൊപ്പം ഷൈബ മുരളീദാസ്, C. ഷംസുദ്ദീൻ, AK സലീം, ഗോപിനാഥൻ, CP. രാജ്കുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ ICDS-ന്റെ നേതൃത്വത്തിൽ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കായി പോഷകാഹാര പ്രദർശനവും മത്സരവും സംഘടിപ്പിച്ചു. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. 4 പഞ്ചായത്തുകൾ, 1 മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നായി 25 പേർ പങ്കെടുത്തു. ICDS ഒറ്റപ്പാലം അഡീഷണലിന്റെ ആഭിമുഖ്യത്തിലാണ് പോഷൻ അഭിയ 2.0 പോഷൻ പക്വാഡ എന്ന പേരിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്കായി പോഷകാഹാര പ്രദർശനവും മത്സരവും സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച ഷൊർണൂരിലെ അയ്യങ്കാളി സ്മാരക ഹാളിലായിരുന്നു പരിപാടി. വാണിയംകുളം, ചളവറ, നെല്ലായ, വല്ലപ്പുഴ എന്നീ പഞ്ചായത്തുകൾ, ഷൊർണൂർ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നുമായി 25 കൗമാരക്കാരായ പെൺകുട്ടികളാണ് മത്സരത്തിൽ പങ്കാളികളായത്. ചടങ്ങിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ഈ വിഭാഗത്തിൽ വരുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ ശിശുക്കളുടെ മാതാക്കന്മാരുടെ അവരുടെ ശാരീരികമായിട്ടുള്ള അവരുടെ ഹെൽത്ത് സംരക്ഷിക്കാൻ, അവരുടെ ശരീരം, അവരുടെ ഹെൽത്ത്, അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടുകൂടി തന്നെ ഗർഭിണികളായിരുന്ന അമ്മമാരുടെ ഗർഭത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഗർഭസ്ഥ ശിശുക്കളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നു. ഗർഭിണികളുടെയും ഗർഭസ്ഥ ശിശുക്കളുടെയും, അത് മാത്രമല്ല പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവിച്ചു വീഴുന്ന ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അതുപോലെ തന്നെ പാലൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും വലിയ രീതിയിലുള്ള പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, പരിപാടികൾ മാതൃകാപരമായി നടക്കുന്നു കേരളത്തിൽ എന്നുള്ളതിൻ്റെ കൂടിയൊരു സവിശേഷ സാഹചര്യത്തിലാണ് കേരളത്തിലെ മനുഷ്യർക്ക്, അത് സ്ത്രീകളാവാം പുരുഷന്മാരാവാം. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ VK അനുരാജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു, CDPO ശാന്തകുമാരി, ഹെൽത്ത് ഇൻസ്പെക്ടർ റസിയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSRTC-യിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമ ഭാരവാഹികൾ. സ്വകാര്യ ബസ് ഉൾപ്പെടുന്ന പൊതുഗതാഗത സംവിധാനം നിലനിർത്താനുള്ള പാക്കേജ് UDF സർക്കാർ പ്രഖ്യാപിക്കണമെന്നും ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പൊതുനിരത്തുകളിൽ 3500ഓളം KSRTC ബസ്സുകളോടുമ്പോൾ 7500ഓളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഇൻഷുറൻസ്, ടാക്സ് എന്നിവയുടെ വർധനവും ഡീസലിൻ്റെ വിലവർധനവും പുതിയ ഗതാഗത പരിഷ്കാരങ്ങളും മൂലം സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിലാണ്. 50% വിദ്യാർത്ഥികളും 70% സ്ത്രീകളും യാത്രക്കാരായി തിരഞ്ഞെടുക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ്. സ്വകാര്യ ബസ്സുകളെ സ്ത്രീ യാത്രക്കാർ ഒഴിവാക്കിയാൽ വ്യവസായം തകർന്നടിയും. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ദീർഘനാളായി ഉന്നയിക്കുന്നതാണെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകാൻ KSRTC-യിൽ
എന്തുകൊണ്ട് നടപ്പാവുന്നില്ലെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും സ്വകാര്യ ബസ് ഉടമ ഭാരവാഹികൾ പറഞ്ഞു. UDF ഗവൺമെൻറ് അധികാരമേൽക്കാൻ പോവാണ്. അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത് സംസ്ഥാനത്തെ പൊതുഗതാഗത മേഖലയെ തകർക്കാൻ ഇടവരുന്ന ഒരു നടപടിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. KSRTC കണക്ക് പ്രകാരം തന്നെ അവരുടെ ബസ്സുകളിൽ കയറുന്ന 30 ലക്ഷത്തോളം യാത്രക്കാരിൽ 19 ലക്ഷം സ്ത്രീകളാണെന്നാണ് പറയുന്നത്. കേവലം 3500 KSRTC ബസ് മാത്രമാണ് സംസ്ഥാന സർവീസ് നടത്തുന്നത്. ഞങ്ങളുടെ 9000-ലധികം സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന 1 ലക്ഷത്തോളം വരുന്ന യാത്രക്കാരിൽ ഏതാണ്ട് 70% വിദ്യാർത്ഥികൾ, 70% സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നാളെ മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാർ കയറാത്തൊരു സ്ഥിതി വരും. സംസ്ഥാനത്ത് സ്ത്രീ യാത്രക്കാർ കയറാത്ത സ്ഥിതി അവർ നേരെ KSRTCയിലേക്ക് മാത്രമായിട്ട് മാറാനുള്ള സ്ഥിതി ഉണ്ടായാൽ ഞങ്ങൾക്ക് ബസ്സുകൾ മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. കേവലം വിദ്യാർത്ഥികൾ മാത്രമായി സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാർ വിദ്യാർത്ഥികൾ മാത്രമായി മാറുന്നൊരു സ്ഥിതി ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് കാര്യം പറയാനുള്ളത്, ഇവിടെ ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ സാമൂഹ്യ ബാധ്യത നിറവേറ്റിക്കൊണ്ട് ഇത്രയും കാലം ഞങ്ങൾ സർവീസ് നടത്തിയിരുന്നു. സർക്കാരിന് കഴിയാത്ത KSRTCക്ക് കഴിയാത്ത വലിയ സേവനമാണ് ഇവിടെ സ്വകാര്യ ബസ്സുകൾ ഇത്ര കാലം ചെയ്തു തന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളെ ഒരു സുപ്രഭാതത്തിൽ ഒരു സംരംഭകർ എന്ന് പോലും കാണാതെ ഇവിടെ സംരംഭകരെ സൃഷ്ടിക്കാനായിട്ട് സർക്കാരുകൾ മാറി മാറി മത്സരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളെ മാതിരി ലക്ഷക്കണക്കിന് രൂപ മുതലിറക്കി ഒരു സംരംഭകൻ എന്ന നിലയിൽ ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളോട് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെ ഒഴിവാക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് വന്നാൽ ഇത് പൊതുഗതാഗതത്തെയാണ് ബാധിക്കുന്നത്. ഇത് ഞങ്ങളെ സ്വകാര്യ ബസ്സിലെ ഉടമകൾക്കുപരി ഇതിന് വലിയൊരു വിഭാഗം ആളുകൾ, തൊഴിലാളികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗം നടത്തുന്നുണ്ട്. അപ്പോൾ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ, ഇതിന് കൃത്യമായിട്ട് അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാതെ വൃത്തിഹീനമായിട്ടുള്ള ബസ്സുകളായിട്ട് KSRTCയെ പോലെ തന്നെ വൃത്തിഹീനമായിട്ടുള്ള ബസ്സുകളുമായിട്ട് സർവീസ് നടത്തേണ്ട ഒരു സ്ഥിതിയാണ് ഞങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഏത് നിമിഷവും വില വർദ്ധിക്കാനുള്ള സാഹചര്യം നിലനിൽക്കെ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യയാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കും. സംരംഭകരെന്ന നിലയിൽ സ്വകാര്യ ബസ് ഉടമകളുടെ വാദം കേൾക്കാനും വ്യവസായം നിലനിർത്താനാവശ്യമായ പാക്കേജ് കൂടി പ്രഖ്യാപിക്കാനും സർക്കാർ തയ്യാറാവണമെന്നും സ്വകാര്യ ബസ് ഉടമ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ഗോപിനാഥ്, വിദ്യാധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കല്ലൂർ അരങ്ങാട്ട് പൊതുകുളം ചണ്ടിയും പായലും നിറഞ്ഞ് നാശത്തിലേക്ക്. അരങ്ങനാട് പാടശേഖരത്തിലേക്കുള്ള കൃഷിക്കാരുടെ ആശ്രയം കൂടിയാണ് ഈ കുളം. തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം സംരക്ഷിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാണ്. വേനലിലും വറ്റാത്ത കുളമാണിത്. ദിനംപ്രതി 100 കണക്കിന് ആളുകൾ കുളിക്കാനും അലക്കാനും എത്താറുണ്ട്. വെള്ളം തന്നെ മലിനമായി മാറിയതിനാൽ ദുർഗന്ധവുമുണ്ട്. അരങ്ങാട് പാടശേഖരത്തേക്കുള്ള കൃഷിക്കാരുടെ ആശ്രയം കൂടിയാണ് കുളം. കുളത്തിൻ്റെ ബണ്ടും തകർച്ചയിലാണ്. 2023 തൊഴിലുറപ്പ് പദ്ധതിയിൽ ചണ്ടി നീക്കം ചെയ്തെങ്കിലും വീണ്ടും ചണ്ടി നിറഞ്ഞു. ചണ്ടിയും പായലും നിറഞ്ഞതിനാൽ കുളം ഏതെന്ന് പോലും അറിയാത്ത നിലയിലായി. വെള്ളമുണ്ടെങ്കിലും കാൽ കഴുകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം സംരക്ഷിച്ചില്ലെങ്കിൽ കാലക്രമേണ കുളം തന്നെ ഇല്ലാതാകാനാണ് സാധ്യത. അലക്കാനും കുളിക്കാനും ഉപയോഗിച്ചിരുന്ന ഒരു പുരാതന കുളമാണ് അരങ്ങാട്ട് കുളം. എന്നാൽ ഇപ്പോൾ വർഷങ്ങളായി ചണ്ടി മൂടി കിടക്കുകയാണ്. ആളുകൾക്ക് കുളിക്കാൻ പറ്റുന്നില്ല, കാല് കഴുകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ കുളം നന്നാക്കാൻ നടപടി ഉണ്ടാകണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് മുട്ടിക്കുളങ്ങര ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവം ആഘോഷിച്ചു. 3 ദിവസങ്ങളിലായിട്ടായിരുന്നു ആഘോഷം. നിരവധി ഭക്തജനങ്ങൾ മഹോത്സവത്തിൽ പങ്കെടുത്തു. മുട്ടിക്കുളങ്ങര മാരിയമ്മൻ ക്ഷേത്രത്തിൽ ഞായറാഴ്ച തുടങ്ങിവെച്ച പൂജാ മഹോത്സവത്തിനാണ് ചൊവ്വാഴ്ച സമാപനമായത്. സമാപന ദിവസവും വിശേഷാൽ പൂജകളും വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. 3 ദിവസങ്ങളായി നടന്ന മഹോത്സവത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മകളുടെ വിവാഹത്തിനായി ചാരിറ്റിയിലൂടെ ലഭിച്ച കോടികൾ തട്ടിയെടുത്ത വ്യക്തി വധഭീഷണി മുഴക്കുന്നതായി യുവതിയുടെ ആരോപണം. പട്ടാമ്പി പെരുമുടിയൂർ സ്വദേശിനി റഹീനയാണ് നെല്ലയ സ്വദേശി ഷാജഹാൻ ബാബുവിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. പോലീസിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും തനിക്ക് നീതി ലഭിച്ചില്ലെന്നും റഹീന പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തീരെ ദാരിദ്ര്യാവസ്ഥയിൽ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന റഹീനയുടെ വിവാഹത്തിനായി ഫാറൂഖ് ചെർപ്പളശ്ശേരിയാണ് 2013 സുമനസുകളെ സഹായം തേടി ഫേസ്ബുക്കിൽ
ലൈവ് ഇട്ടത്. ലൈവ് ഇട്ട് 3 ദിവസത്തിനകം തന്നെ 2,11,54,614 രൂപ അക്കൗണ്ടിലെത്തിയിരുന്നു. 3 ദിവസം കൊണ്ട് അക്കൗണ്ടിൽ ഭീമമായ തുക വന്നതിനെ തുടർന്ന് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരുന്നു. ഇത് ശരിയാക്കി തരാമെന്നറിയിച്ചാണ് ഷാജഹാൻ ബാബു തന്നെ വന്ന് കണ്ടതെന്നും പെരുമുടിയൂർ സ്വദേശിനി റഹീന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അക്കൗണ്ട് ഫ്രീസിംഗ് ഒഴിവാക്കി തന്ന ഷാജഹാൻ ബാബു 20 ലക്ഷം പണമായും 20 ലക്ഷത്തിന്റെ വീടും വാങ്ങിത്തന്നതിന് ശേഷം അവശേഷിക്കുന്ന തുക തട്ടിയെടുക്കുകയായിരുന്നുവെന്നും റഹീന പറഞ്ഞു. തന്നെ ഭീഷണിപ്പെടുത്തി നിരവധി പേപ്പറുകളിൽ ഒപ്പിട്ടു വാങ്ങിയ ഷാജഹാൻ മർദ്ദിക്കാൻ തുനിയുകയും വധഭീഷണി വരെ തുടരുകയും ചെയ്യുകയാണെന്നും റഹീന പറഞ്ഞു. നീതി ലഭിക്കാനായി മുഖ്യമന്ത്രിക്കും പോലീസ് അധികാരികൾക്കും പരാതി നൽകിയെങ്കിലും നീതി ലഭിച്ചില്ലെന്നും റഹീന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വീടടക്കം നിന്റെ മക്കളെ കൊണ്ട് ഞാൻ പേപ്പർ ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഇരിക്കുന്ന വീട് പോലും കിട്ടില്ല. നീ നടു തെരുവിട്ട് നിർത്തും. നിന്നെ ഞാൻ അങ്ങനെ ആക്കുന്നുണ്ട്. എന്നെ പല ഭീഷണിയാണ്. എന്നെ ജീവിക്കില്ല. ഞാൻ സ്കൂട്ടിങ്ങാണ് വണ്ടിക്ക് പോയത്. എന്റെ വണ്ടിയിൽ പോകുമ്പോൾ എന്നെ തട്ടും, എന്നെ കൊല്ലും, എന്റെ മക്കളെയും ഉപദ്രവിക്കും, കൊല്ലുന്നു കൊണ്ട് അവൻ ഭയങ്കര ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾ എല്ലാവരും സഹായം ചെയ്യണം. എനിക്ക് ഇറങ്ങപ്പെട്ട പൈസ അവർക്ക് തിന്ന് അവൻ എന്റെ വട്ടിക്ക് പലിശക്ക് എല്ലാവർക്കും പലിശക്ക് കൊടുത്തപ്പോ പലിശ തിന്നുകൊണ്ടിരിക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടി 2 NSS കരയോഗ മന്ദിരത്തിൽ ബാലസമാജം അംഗങ്ങൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി VR ഷിബിൻ ഉദ്ഘാടനം ചെയ്തു. ഈ കരയോഗങ്ങളിൽ മുഖ്യമായും ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ നമ്മൾ നടത്തിവരുന്നത്. ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഹെഡ് ഓഫീസ് അനുവദിക്കുന്ന ഓരോ യൂണിയനും അനുവദിക്കുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ആരോഗ്യരംഗത്ത് ചികിത്സാ സഹായം, ഭവന നിർമ്മാണ സഹായം, വിവാഹ ധനസഹായം, ഇങ്ങനെ ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നായർ സർവീസ് സൊസൈറ്റി നടത്തിവരുന്നത്. അതുപോലെ ഇപ്പോൾ താലൂക്ക് യൂണിയൻ തലത്തിലും കരയോഗ തലത്തിലും പഠനോപകരണ വിതരണം ഈ ഒരു സമയത്ത് നൽകി വരുന്നു. ലക്കിടി NSS കരയോഗത്തിലാണ് ബാലസമാജം അംഗങ്ങൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത. കരയോഗം പ്രസിഡന്റ് P വേണുഗോപാൽ അധ്യക്ഷനായി. NSS പ്രതിനിധി സഭാ അംഗം മോഹൻകുമാർ, താലൂക്ക് യൂണിയൻ സെക്രട്ടറി VR ഷിബിൻ എന്നിവരെ ആദരിച്ചു. സെക്രട്ടറി P പ്രദീപ്, വൈസ് പ്രസിഡന്റ് V ദണ്ഡപാണി, വനിതാ സമാജം പ്രസിഡന്റ് രാധിക ബാലൻ, മഞ്ജു രാജേഷ്, K ശിവൻ, K മോഹൻദാസ്, A വിജയരാഘവൻ, P ദിവാകരൻ എന്നിവർ സംസാരിച്ചു. 38 കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓരോ കുട്ടികളുടെയും പ്രഭാതം ആരംഭിക്കേണ്ടത് പത്രവായനയിലൂടെ ലോകത്തിന്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ടാവണമെന്ന് സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ. കുട്ടിത്തമല്ല, മറിച്ച് കുട്ടിക്കാലമാണ് ഓരോ മനുഷ്യൻ്റെയും മരണം വരെ ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ലീഡ് കോളേജിൽ നടത്തിയ പ്രഭാപഥം 2026 സഹവാസ ക്യാമ്പിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുണ്ടൂർ സേതുമാധവൻ. എന്നത് ഞാൻ വളരെ ബോധപൂർവം പറഞ്ഞ ഒരു വാക്കാണ്. അതൊരു ഔപചാരികമായ പദമല്ല. അടുത്ത കൊല്ലം വെക്കേഷൻ ആവുമ്പോൾ ഈ കുട്ടികൾക്ക് ഈ കൊല്ലം ക്യാമ്പില്ലേ എന്ന് ചോദിക്കാൻ തോന്നും. ക്യാമ്പിന്റെ ഔട്ട്കം ആണ് നിങ്ങൾക്ക് എന്തൊക്കെയോ ഇവിടുന്ന് കിട്ടി എന്ന തോന്നുന്നു. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ മാനവ വിഭവശേഷി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ലീഡ് കോളേജ് ക്യാമ്പസിൽ വെച്ച് നടത്തിവന്നിരുന്ന പ്രഭാപഥം 2026 ദ്വിദിന സഹവാസ ക്യാമ്പിനാണ് സമാപനമായത്. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, K ശിവാനന്ദൻ, ക്യാമ്പ് കോർഡിനേറ്റർമാരായ R ശ്രീകുമാർ, R സുകേഷ് മേനോൻ, P സന്തോഷ് കുമാർ, R ബാബു സുരേഷ്, അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട്, കൃഷ്ണപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളായി നടന്ന ക്യാമ്പിൽ കരിയർ ഗൈഡൻസ്, പ്രസംഗ പരിശീലനം, നായർ സർവീസ് സൊസൈറ്റിയും മന്നത്തെ പത്മനാഭനും യോഗയും ദാനവും, കമ്മ്യൂണിക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജീവിതം എങ്ങനെ സുന്ദരമാക്കാം എന്നീ വിഷയങ്ങളെക്കുറിച്ച് പ്രഗത്ഭർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതകത്തിന്റെയും വില കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തുന്നത് കൊല്ലുന്നതിന് സമാനമായ ജനദ്രോഹമാണെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. എല്ലാം നിയന്ത്രണ വിധേയമെന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ നിയന്ത്രണമില്ലാതെ കോർപ്പറേറ്റ് കരിഞ്ചന്തകളെ
പ്രോത്സാഹിപ്പിക്കുകയാണെന്നും എ തങ്കപ്പൻ. പാചകവാതക വില വർധനവിനെതിരെയും ലഭ്യത കുറവിനെതിരെയും പാലക്കാട്ട് INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിട്ടും നടപടി സ്വീകരിക്കാത്ത നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ BJPയുടെ പ്രതിഷേധം. സാമൂഹ്യ വിരുദ്ധരെ പിടികൂടുന്നതിൽ പരാജയപ്പെട്ട പോലീസിനെതിരെയും രൂക്ഷ വിമർശനം. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് BJP നേതാക്കൾ. വേനൽ മഴയും ഇടിമിന്നലും പലയിടത്തും വ്യാപകമായ നാശനഷ്ടം. വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ 2 വീടുകൾക്ക് കേടുപാടുകൾ. ഇടിമിന്നലേറ്റ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും കേടുപാടുകൾ. വാണിയംകുളം പനയൂരിലും കനത്ത നാശനഷ്ടം. PV അൻവറിന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് ജില്ലയിലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ. താൻ ഉൾപ്പെടെ പല പ്രവർത്തകരും ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിൽ ചേർന്നു പ്രവർത്തിക്കുമെന്ന് TMC ജില്ലാ പ്രസിഡന്റായിരുന്ന P. സുന്ദരൻ. PV അൻവർ നിലപാടും ദിശാബോധവുമില്ലാത്ത നേതാവാണെന്നും വിമർശനം. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. സ്വകാര്യ ബസ് ഉൾപ്പെടുന്ന പൊതുഗതാഗത സംവിധാനം നിലനിർത്താനുള്ള പാക്കേജ് UDF സർക്കാർ പ്രഖ്യാപിക്കണമെന്നും സ്വകാര്യ ബസ് ഉടമ ഭാരവാഹികൾ. സംരംഭകരെന്ന നിലയിൽ സ്വകാര്യ ബസ് ഉടമകളുടെ വാദം കൂടി കേൾക്കാൻ തയ്യാറാകണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.